ബി.ജെ.പിയുടെ സംസ്ഥാന ട്രഷററും പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ ഇ കൃഷ്ണദാസാണ് നമുക്കൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇ കൃഷ്ണദാസ് ഒരു പ്രസ്താവന ഇറക്കിയത്. സുനിൽ പി ഇളയിടം SFIയുടെ പൂക്കോട് നടന്നിട്ടുള്ള സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുനിൽ പി ഇളയിടം ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിയാൽ അദ്ദേഹത്തിന് ഒരു ഇനാം നൽകും എന്നൊരു കാര്യം അല്ലേ? കഴിഞ്ഞ ദിവസമാണ് വായിച്ചത്. സുനിൽ പി ഇളയിടം ഇവിടെ പാലക്കാട് നഗരസഭയിൽ ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചില പരിപാടികളിൽ അടുത്ത 5 ദിവസം ഇവിടെ പാലക്കാട് ഉണ്ട് എന്ന് മനസ്സിലായത്. നമുക്കറിയാം, കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം വെറ്റിനറി സർവകലാശാലയിൽ നടന്ന സിദ്ധാർത്ഥൻ്റെ മരണത്തെ സംബന്ധിച്ച് ഇത്രയും അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്ന സച്ചിദാനന്ദൻ, സുനിൽ പി ഇളയിടം, ഇത്തരത്തിൽ ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ എന്ന് അവകാശപ്പെടുന്ന ഒരാളും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് നമുക്ക് ഈ സുനിൽ പി ഇളയിടം പാലക്കാട് വരുന്നുണ്ട്, അടുത്ത 5 ദിവസം ഉണ്ടാവും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ വെല്ലുവിളി ഞാൻ അദ്ദേഹത്തിന് മുമ്പാകെ ഞാനിത് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് SFI നടത്തിയിട്ടുള്ള ഈ ക്രൂരകൃത്യം അതിനെ സംബന്ധിച്ച് അദ്ദേഹം അപലപിക്കുകയാണെങ്കിൽ, അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ 100% അദ്ദേഹത്തിന് 10,001 രൂപ 10,000 രൂപയുടെ ചെക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാമെന്നുള്ള വെല്ലുവിളിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് SFIയുടെ റോള് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം SFIയുടെ നേതാവ് തന്നെ ഇത് മാപ്പ് പറഞ്ഞിട്ടും ഒരു ബുദ്ധിജീവിയും ഈ പറയുന്ന സാംസ്കാരിക നായകരും ഇത് പ്രതികരിച്ചിട്ടില്ല. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും നടക്കുമ്പോഴേക്കും വലിയ വായിൽ ഇവിടെ വർത്തമാനം പറയുന്ന ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ഇപ്പോൾ മൗനം ഭജിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ 100% എൻ്റെ വക ഒരു 10,000 രൂപ ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. കേരളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. എന്തുകൊണ്ടാണ് സുനിൽ പി ഇളയിടത്തിന് മുന്നിൽ ഇത്തരത്തിലൊരു വെല്ലുവിളി വെക്കുന്നത്? അല്ല, സുനിൽ പി ഇളയിടമാണല്ലോ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ, അതായത് MN വിജയൻ എന്ന് പറയുന്ന ആ ഒരു മഹാനെ അനുകരിച്ചുകൊണ്ട് ഞാനാണ് അടുത്ത ബുദ്ധിജീവി എന്ന് പറഞ്ഞ് നടക്കുന്ന അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടുപിടിച്ച് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് അദ്ദേഹം വരുന്നു, 5 ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി ഏറ്റവും നല്ല വെല്ലുവിളി അദ്ദേഹത്തിന് മുമ്പാകെ വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ സുനിൽ പി ഇളയിടത്തിന് വെല്ലുവിളിക്കാനുള്ള കാരണം. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സുനിൽ പി ഇളയിടം ഇദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും എന്ന് കരുതാം. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.